ഇതെന്തത് ചിരിയോടെ വെൽക്കം ചെയ്യുന്നു. പേടിയൊക്കെ മാറി. മൂഡ് നല്ലതാണെന്ന് തോന്നുന്നു. ചോദിക്കാം, തെറ്റില്ല. എന്തുപറ്റി? ഇവിടെ തന്നെ നിന്നോളുന്നത്? ബേസിക്കലി ഞാൻ ബാച്ചിലർ ആയിരുന്നപ്പോ ഞാൻ തന്നെ പോയാണ് കോഫി ഉണ്ടാക്കി കുടിച്ചിരുന്നത്. അത് ഇപ്പോ കല്യാണമായതുകൊണ്ട് നീ ഉണ്ടാക്കി തരുവാണെങ്കിൽ ഞാൻ കുടിക്കാം. എൻ്റെ ഒരു ആഗ്രഹമാണ്. നിങ്ങൾ കുളിച്ചിട്ട് വാ, ഞാൻ ഉണ്ടാക്കി വെക്കാം. ഇന്ന് രാത്രി ഗ്യാരണ്ടിയാ. പതിയെ പതിയെ ഈ വീട് പരിചയമായിക്കോളും. ഇത്രയും കാലം ബാച്ചിലർ ലൈഫ് കൊല്ലുകാരുന്നടാ. പക്ഷെ കല്യാണം കഴിഞ്ഞാൽ കംഫർട്ടേ വേറെയാ. ഭാര്യ കോഫി കൊണ്ടുവരുന്നു, നമ്മൾ കുടിക്കുന്നു. എന്തായാലും ആരോഗ്യമായിട്ടിരിക്കണമെങ്കിൽ കല്യാണം കഴിക്കണം. അത്രേ ഉള്ളൂ. ഈ സമയത്ത് ആരാടാ? ഹായ് നിതേഷ്, എന്താടാ ഈ വഴിക്ക്? വേഗം അകത്തേക്ക് കയറി, ഇല്ലെങ്കിൽ കൊതുക് കയറും. ബ്ലഡി മസ്കിറ്റോസാ? ഒന്നുമില്ല ബ്രോ, വീട്ടിലുള്ള ഗെയിംസ് ഒക്കെ കളിച്ചു തീർന്നു. എല്ലാം ബോറടിച്ചു. നിന്റെ വല്ല ഗെയിംസ് ഉണ്ടെങ്കിൽ വാങ്ങാനാ വന്ന. ഞാൻ തന്നെ ഓഫീസ് ടെൻഷനിൽ ഗെയിം ഒന്നും കളിക്കാറില്ല. എല്ലായിടത്തും മുകളിൽ വെച്ചിട്ടുണ്ട്. ശരി, കൊണ്ടുവരാം. സുന്ദരി, ഇവന്റെ പേര് നിതേഷ് എന്നാണ്. താഴത്തെ ഫ്ലാറ്റിലാണ് താമസിക്കുന്നത്. ഇവനൊരു ഗെയിമറാണ്. ഒരു റിസർച്ചിലാണ് പുതിയൊരു ഗെയിം കണ്ടുപിടിക്കാൻ. ശരി, നീ ഇരിക്കടാ, ഞാൻ എടുത്തോണ്ട് വരാം. ഹായ് ചേച്ചി. ഇന്നലെ നിങ്ങളുടെ ഫസ്റ്റ് നൈറ്റ് ആയിട്ട് നിന്റെ ഭയം പോയില്ലെങ്കിൽ നിങ്ങൾക്കിടയിൽ ഒന്നും നടന്നില്ലെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. സുന്ദരി, കല്യാണത്തിന് ശേഷം ഫസ്റ്റ് നൈറ്റ് എന്തിനാ വയ്ക്കുന്നേന്നറിയോ? എന്തിനാന്ന് അറിയില്ല. പെണ്ണുങ്ങൾക്ക് കന്യകാത്വം വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് ഭർത്താവിന് കൊടുത്ത ശേഷമേ അദ്ദേഹമാണ് എല്ലാമെന്ന് നമുക്ക് തോന്നും. എന്നാലേ നമുക്ക് അച്ഛൻ, അമ്മ, അനിയത്തി, ബന്ധുക്കൾ എത്ര അടുപ്പമുള്ളവരായിരുന്നാലും അവർ അകന്നവരാവും. ഇവരെല്ലാവരെയും ഒരാളിലൂടെ കാണാൻ പറ്റൂ. അതാണ് ഭർത്താവ്. നിങ്ങൾക്കുള്ളിൽ ആ കാര്യം നടന്നില്ലെങ്കിൽ നിന്റെ ഭർത്താവിന് അതുപോലെ കാണാൻ പറ്റില്ല. നിന്റെ ഭയം എന്നുണ്ടായിരിക്കും. ആലോചിക്കൂ.